ഈ ക്വസ്റ്റ്യൻ നോക്കാം. An experiment involves rolling a pair of dice and recording the numbers that come up. Describe the following events. അപ്പോൾ ഇവിടെ എന്താണ്? എ പെയർ ഓഫ് ഡൈസ് റോൾഡ് അല്ലേ. എ എന്ന് പറഞ്ഞാൽ സം ഈസ് ഗ്രേറ്റർ ദാൻ 8 അല്ലേ. ഇവിടെ സാമ്പിൾ സ്പേസ് എഴുതാൻ പറഞ്ഞിട്ടില്ല, നമുക്ക് ജസ്റ്റ് എക്സിട്ര പോലെ ഇടാം അല്ലേ. ശരിയല്ലേ? നമ്മൾ ഇവൻ്റ് എഴുതുമ്പോൾ സാമ്പിൾ സ്പേസിന് പുറത്തോട്ട് പോകാൻ പാടില്ല. സാമ്പിൾ സ്പേസ് ജസ്റ്റ് ഇവിടെ കോമിട്ട് എക്സിട്ര ഇട്ട് എഴുതാം, കാരണം ഒരുപാട് വരും. 2 ഡൈസാണ് ഇടുന്നത് അല്ലേ. അപ്പോൾ 1 1 വരാം, ഫസ്റ്റ് ഡൈ 1, സെക്കൻഡ് ഡൈ 1. 1 2 വരാം, ഫസ്റ്റ് ഡൈ 1, സെക്കൻഡ് ഡൈ 2. 1 3 1 4 എക്സിട്ര അങ്ങനെ പോയി 6,6 വരെ വരും. ഇത് എണ്ണി നോക്കുകയാണെങ്കിൽ 36 ഓഡേഡ് പേഴ്സ് ഉണ്ട്. എല്ലാം നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, എസ് എഴുതാൻ പറഞ്ഞിട്ടില്ല ഇവിടെ, അതുകൊണ്ട് എസ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളിവിടെ എക്സിറ്റ് എഴുതി വെക്കാം, നമ്മളറിയാതെ എസ്സിന് പുറത്തോട്ട് പോകാൻ പാടില്ല ഇവൻസ്. അപ്പോൾ നമ്മൾ ആദ്യം എ എഴുതാൻ പോവാണ്. എ എന്താണെന്നൊന്ന് പറഞ്ഞ്. ദ സം ഈസ് ഗ്രേറ്റർ ദാൻ 8. 2 ഡൈസ് ഇട്ടു, 2ൻ്റെ സ്കോർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8-നേക്കാളും കൂടുതലാവണം. 8-നേക്കാളും കൂടുതലാവുന്ന ഏതൊക്കെയാണ്? 8-നേക്കാളും കൂടുതലാവാന്ന് പറഞ്ഞാൽ സമ്മ് 9 ആവാം. സമ്മ് 9 ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയായാലും സമ്മ് 9 ആവല്. 2 വെച്ച് തുടങ്ങുകയാണെങ്കിൽ 7 എഴുതേണ്ട വരും. പക്ഷെ 7 എന്ന് പറഞ്ഞ എലമെൻ്റ് ഇല്ലാത്തത് കൊണ്ട് 2 വെച്ചിട്ടുള്ളതൊന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം. 3 6 വരും. സമ്മ് ഗ്രേറ്റർ ദാൻ 8 എന്ന് പറഞ്ഞാൽ സമ്മ് 9 ആവാം, 10 ആവാം, 11 ആവാം. അങ്ങനെ സമ്മ് 9 ആവുന്ന കേസ് ആദ്യം എഴുതാം. 3 6 4 5 അങ്ങനെ അല്ലേ, അറിയാമല്ലോ. ഇങ്ങനെ എഴുതിപ്പോ. അല്ലെങ്കിൽ 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാം എഴുതിയിട്ട് അങ്ങനെ എഴുതിയാലും മതി. 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കേസുകളെല്ലാം എഴുതാം. സമ്മ് ഗ്രേറ്റർ ദാൻ 8 ആവണം അല്ലേ. 3 6 3 7 എഴുതാൻ പറ്റാത്തതുകൊണ്ട് അത് എഴുതില്ല അല്ലേ. ശരിയല്ലേ? പിന്നെ 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 4 5 വരാം, 4 6 വരാം അല്ലേ. സമ്മ് ഗ്രേറ്റർ ദാൻ 8 ആവണം അല്ലേ. 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 5 4 വരാം, 5 5 വരാം, 5 6 വരാം. സമ്മ് ഗ്രേറ്റർ ദാൻ 8 ആവുന്നുണ്ടല്ലോ ഇതിനൊക്കെ. 6 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊക്കെയാ? 6 3 വരാം, 6 4, പിന്നെ 6 5 6 6. ഇതൊക്കെ സമ്മ് ഗ്രേറ്റർ ദാൻ 8 ആണ്. വളരെ ശ്രദ്ധിച്ചെഴുതുക, എഴുതുമ്പോൾ അറിയാതെ ഒന്നും മിസ്സായി പോകരുത്. ഓക്കെ, വളരെ ശ്രദ്ധിക്കുക. നമ്മൾ എഴുതിയിട്ട് ശരിയല്ലെന്ന് നോക്കുകയും വേണം. ഇനി നമുക്ക് ബി എഴുതണം. ബി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 occurs on either ഡൈ. ഏതെങ്കിലും ഒരു ഡൈയിൽ മിനിമം ഏതെങ്കിലും ഒരു ഡൈയിൽ 2 വരണം. എയ്തർ എന്ന് പറഞ്ഞാൽ അതാണ്. ബോത്ത് ഡൈ എന്ന് പറയുമ്പോൾ 2ലും 2 വരണം, ഒന്നിച്ച് വരണം എന്നാണ്. എയ്തർ എന്ന് പറഞ്ഞാൽ മിനിമം ഏതെങ്കിലും ഒരെണ്ണത്തിൽ 2 വന്നാൽ മതി, മിനിമം. അപ്പോൾ ഞാൻ പറയാം 2 1 2 2. എയ്തർ 2 എന്ന് പറയുമ്പോൾ 2ലും 2 വരുന്നത് ഉൾപ്പെടെ ആണ്. 2 3 2 4 2 5 2 6. മിനിമം ഒരു 2 വരണം. തിരിഞ്ഞ് വരാമല്ലോ, അതായത് ഇത് 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ. 1 2 അല്ലേ. 2 2 ഓൾറെഡി എഴുതിയതാണല്ലേ. 3 2 ഈ എഴുതിയതൊക്കെ തിരിച്ചെഴുതുന്നു, അത്രയേ ഉള്ളൂ. ഇതിന് മുമ്പ് എഴുതിയ കാര്യങ്ങളൊന്ന് തിരിച്ചെഴുതിയതാ. എഴുതി കഴിഞ്ഞിട്ട് ശരിയല്ലേ എന്ന് ചെക്ക് ചെയ്യാം. 2 occur on either ഡൈ. ഫസ്റ്റ് ഡൈ ഓർ സെക്കൻഡ് ഡൈ, അവിടെ ഒരു 2 വരണം. അപ്പോൾ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം എഴുതി, 2-ൽ അവസാനിക്കുന്നതും എഴുതി. 2 2ഉം ഇതിനകത്ത് പെടും ഏതർ ഡൈയിൽ. ഇനി സി എഴുതണം. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഈസ് അറ്റ്ലീസ്റ്റ് 7 ആൻഡ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 7 എങ്കിലും കിട്ടണം, ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3 ആവുകയും വേണം അല്ലേ. മൾട്ടിപ്പിൾ ഓഫ് 3 ആവുകയും വേണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7-നേക്കാളും കൂടുതലാവണം, ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3 ആവുകയും വേണം.
7നേക്കാളും കൂടുതലും മൾട്ടിപ്പിൾ ഓഫ് 3 എന്നും പറഞ്ഞു കഴിഞ്ഞാൽ 9 അല്ലേ? ഒരു പോസിബിലിറ്റി 9 അല്ലേ? 9ഉം 12ഉം വരാം, ശരിയല്ലേ? സമ്മ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7നേക്കാളും കൂടുതൽ, 7ഓ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വരണം. പക്ഷെ 3യുടെ മൾട്ടിപ്പിൾ ആവുകയും വേണം. അപ്പോൾ സമ്മ് 9 വരാം, സമ്മ് 12ഉം വരാം. കാരണം 3യുടെ മൾട്ടിപ്പിൾ ആവണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് 9ഉം 12 എടുത്തത്. അറ്റ്ലീസ്റ്റ് 7 എന്ന് പറഞ്ഞാൽ 7ഓ അതിൽ കൂടുതലോ. 7 3യുടെ മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് അത് റിജക്റ്റ് ചെയ്തു. 8 3യുടെ മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് അത് റിജക്റ്റ് ചെയ്തു. 9ഉം 12ഉം ഓക്കെയാണ്. അപ്പോൾ സമ്മ് 9 വരുന്ന കേസ് ഏതാണ്? സമ്മ് 9 വരുന്ന കേസ് 3 6 സമ്മ് 9 വരുന്നതാണ്. 4 5 3 6 3 വെച്ചിട്ട് വേറെ ഇല്ല. പിന്നെ 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 4 5 വേറെ ഇല്ല. ഇനി 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 5 4, 6 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 3. ശരിയല്ലേ? നോക്കിയാൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 6 9, സമ്മ് 9 വരുന്നത്. 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 4 5, 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 4, 6 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 6 3. സമ്മ് 12ഉം വരാം അല്ലേ? അത് 6 6 ആണല്ലോ, ശരിയല്ലേ? അത് 6 6 ആണ്, ശരിയാണല്ലോ. വിച്ച് പെയേഴ്സ് ഓഫ് ദീസ് ഇവൻറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്? എ ബി സി ഇതിലേതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്? അതാണ് ക്വസ്റ്റ്യൻ. എയും ബിയും നമുക്ക് നോക്കാം. എക്കും ബിക്കും കോമൺ ആയിട്ടൊന്നും ഇല്ല എന്ന് കണ്ടാൽ തന്നെ അറിയാമല്ലോ. നോക്കിക്കോ, 3 6 ഇവിടെ ഉണ്ട്, അവിടെ ഇല്ല. ഉണ്ടോ? ഇല്ല. 4 5 ഇവിടെ ഉണ്ട്, അവിടെ ഇല്ല. കണ്ടാൽ മനസ്സിലാവും. ഓരോന്നും നോക്കിയോ, 4 6 അവിടെ ഇല്ല, 5 4 അവിടെ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഓരോന്നോരോന്നും എടുത്ത് കാണിക്കുന്നില്ല. എയിലുള്ള ഏത് എലമെൻ്റ് വേണമെങ്കിലും നോക്കിക്കോ, അത് ബിയിൽ വന്നിട്ടില്ല. എയിലുള്ള ഒരു എലമെൻ്റ് പോലും ബിയിൽ വന്നിട്ടില്ല. ബിയിലുള്ള ഒരു എലമെൻ്റ് പോലും എയിലും വന്നിട്ടില്ല. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. 2 1 അവിടെയുണ്ട്, ഇവിടെ ഇല്ല. 2 2 അവിടെയുണ്ട്, ഇവിടെ ഇല്ല. അപ്പോൾ ക്ലിയർലി എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റാണ്. എക്കും ബിക്കും കോമൺ ആയിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. എയും സിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. കാരണം എക്കും സിക്കും കോമൺ ആയിട്ട് 3 6 ഉണ്ട്. 3 6 ഇവിടെയുണ്ട്, അവിടെയുണ്ട്. എ ഇൻ്റർസെക്ഷൻ സി നൾ സെറ്റ് അല്ല. ഇനി നമുക്ക് ബി ഇൻ്റർസെക്ഷൻ സി ഒന്ന് നോക്കിയാലോ. ബിക്കും സിക്കും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ. ഇല്ല. ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കണോ? 2 1 അവിടെയുണ്ട്, ഇവിടെ ഇല്ല. 2 2 അവിടെയുണ്ട്, ഇവിടെ ഇല്ല, എക്സെട്ര. ബിയിലുള്ള ഏതൊരു ഓഡേഡ് പെയറും സിയിലില്ല. സിയിലുള്ള ഏതൊരു ഓഡേഡ് പെയറും ബിയിലും ഇല്ല. ബി ഇൻ്റർസെക്ഷൻ സി നൾ സെറ്റ്. അപ്പോൾ ബിയും സിയും എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. ക്ലിയർ ആയല്ലോ?